കോടതിയിൽ എത്തിക്കുന്നില്ല. കോടതിയിൽ എത്തിച്ചാൽ മാത്രമാണല്ലോ ഈ പ്രതികളെ നമുക്ക് തെളിവിന് മുന്നിൽ, ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയൂ. ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മാത്രമല്ലേ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയൂ. പക്ഷെ ഇവർ കുറ്റക്കാരെന്ന് തെളിയിക്കുന്ന ആ പ്രധാനപ്പെട്ട തെളിവുകൾ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ പല കേസുകളിലും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല? അവിടെയാണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയവും ഒത്തുകളിയും എല്ലാം ജനങ്ങൾ സംശയിക്കുന്നത്. അത് തന്നെ ഇവിടെ സംഭവിക്കുമെന്ന് സാധാരണക്കാർക്ക് സംശയമുണ്ട്. ആ സംശയത്തിനിടയിലാണ് കെ സുരേന്ദ്രന്റെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഭരണത്തിൽ അത്രയും സ്വാധീനമുള്ളവരാണ് പ്രതികൾ, അവർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കും. അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് വൈകുകയാണ്. തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വൈകുന്നതെന്ന് അന്വേഷണ സംഘത്തിനെതിരെ സുരേന്ദ്രന് ആരോപണം ഉന്നയിക്കും മുൻപ് തന്നെ ജനങ്ങൾക്കറിയാം. കാരണം ഇതെന്താ ഒരാഴ്ച എടുത്താണ് ഈ അറസ്റ്റുകൾ നടക്കുന്നത്. അപ്പോൾ പറയും കൃത്യമായ തെളിവുകൾ കണ്ടെത്താനാണ്. അത് നമുക്കറിയാം. ഇനി ഇതിന്റെ അവസാനം അറിയാം എത്രത്തോളം തെളിവുകൾ ഇവർ ഹാജരാക്കിയെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, ഒന്നിലധികം ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നീടാണ് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. വാസുവിനെ അറസ്റ്റ് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവർക്ക് അവസരം നൽകുകയല്ലേ നിയമോപദേശം തേടാൻ. നിയമോപദേശം തേടുന്നത് എന്തിനാണ്? ഇവർ ഒരു കേസിൽ പ്രതിയാകുന്നു. ഇവർക്ക് താഴെയുള്ളവർ അറസ്റ്റിലാകുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായി തന്നെ വക്കീലന്മാരെ കണ്ട് നിയമ